നമുക്ക് വല്ല ഡോക്യുമെന്റ്സുകളോ സ്കാൻ ചെയ്ത് മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുവാനോ അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കാനോ ഉണ്ടെങ്കിൽ നമ്മളിൽ മിക്ക പേരും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്കാനർ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്തെടുക്കുന്നത്. എന്നാൽ ഐഫോണിൽ ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്കാനർ ആപ്പുകൾ പോലും നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഐഫോണിൽ തന്നെയുണ്ട്. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐഫോണിലെ 2 ആപ്പുകളിൽ ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്ന് നോട്ട്സ് എന്ന ആപ്പിലാണ് ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നോട്ട്സ് എന്ന ആപ്പിൽ ഡോക്യുമെന്റ്സുകൾ എങ്ങനെ സ്കാൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിനായി നോട്ട്സ് എന്ന ആപ്പിന്റെ ഐക്കണിന്റെ മുകളിൽ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ സ്കാൻ ഡോക്യുമെന്റ്സ് എന്ന് കാണുവാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യുവാനുള്ള ക്യാമറ ഓൺ ആകും. അതിനുശേഷം ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്തെടുക്കുക. ഇനി ഇവിടെ ക്യാപ്ചറിംഗ് മെത്തേഡ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാനുവലായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ക്യാപ്ചറിംഗ് മെത്തേഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ വലത് ഭാഗത്ത് ഒന്നെങ്കിൽ ഓട്ടോ എന്നായിരിക്കും അല്ലെങ്കിൽ മാനുവൽ എന്നായിരിക്കും കാണുന്നത്. അവിടെ ടാപ്പ് ചെയ്ത് ക്യാപ്ചറിംഗ് മെത്തേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി സ്കാൻ ചെയ്യുന്നത് കളർ ഡോക്യുമെന്റ്സുകളാണെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുവാനും സാധിക്കും. അതിനുവേണ്ടി മുകളിൽ കാണുന്ന ഈ ഒരു സിമ്പലിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഗ്രേ സ്കെയിലോ ചൂസ് ചെയ്താൽ മതി. ഈ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത് സ്കാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല. സ്കാൻ ചെയ്തതിന് ശേഷവും ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സ്കാൻ ചെയ്യുന്ന ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ഇതുപോലെ വന്നു നിൽക്കും. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സുകൾ ഫോണിൽ സേവ് ചെയ്യാം. ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാം. ഇനി സ്കാൻ ചെയ്തെടുത്ത ഡോക്യുമെന്റ്സുകളുടെ സൈഡുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഈ ഒരു സിമ്പലിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഡോക്യുമെന്റ്സിന്റെ മുകളിൽ ഇതുപോലെ 4 പോയിന്റുകൾ വരും. ഈ 4 പോയിന്റുകളും ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുള്ള 4 കോർണറുകളിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഫോണിൽ സേവ് ചെയ്യുന്നതിനു വേണ്ടി സേവ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമ്മൾ സ്കാൻ ചെയ്തെടുത്ത ഡോക്യുമെന്റ്സുകൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം സെൻഡ് എ കോപ്പി എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്സാപ്പോ ജിമെയിലോ ഏത് തന്നെ ആയാലും അത് ഇവിടെ ചൂസ് ചെയ്യുക. അതിനുശേഷം ഫയൽ സെൻഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ആപ്പ് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തേത് ഫയൽസ് എന്ന ആപ്പിലാണ് ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഫയൽ എന്ന ആപ്പ് യൂസ് ചെയ്ത് ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഫയൽ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ വരുന്ന ഓപ്ഷനുകളിൽ നിന്നും സ്കാൻ ഡോക്യുമെന്റ്സ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഡോക്യുമെന്റ്സുകൾ നേരത്തെ സ്കാൻ ചെയ്തെടുത്തതുപോലെ സ്കാൻ ചെയ്തെടുക്കുക. അപ്പോൾ ഐഫോണിൽ ഒരു സ്കാനർ ആപ്പുകൾ പോലും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഈ 2 ആപ്പുകളിലുള്ള സ്കാൻ ഡോക്യുമെന്റ്സ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡോക്യുമെന്റ്സുകൾ സ്കാൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.